ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എടാ ജോബിയെ, നമ്മുടെ ഈ അവസ്ഥയിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ പറഞ്ഞാൽ നോക്കിയും കണ്ടൊക്കെ ഓരോന്ന് ചെയ്യാം. നമുക്ക് അതിന് മാത്രമുള്ള വരുമാനമൊന്നുമില്ല. നിനക്കറിയാവുന്നതല്ലേ, പറഞ്ഞോന്നുള്ളൂ. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. കഥ തുടരാം, കനവുണരാം, വിട പറയും നോവുകൾ. കഥ തുടരാം, കനവുണരാം, വഴി തിരിയാം. എടാ ലോണിന്റെ ക്യാഷാണ്, 5 ദിവസം മാക്സിമം അതിനുള്ള അടയ്ക്കണം. അതൊക്കെ സെറ്റാക്കാം, നീ പേടിക്കണ്ട. പേടിക്കാണ്ടിരുന്ന് ചിരിക്കാം, മതിയാ പേടിക്കണ്ടെന്ന്. നീ പരിപാടി സെറ്റ് നോക്കിയാ കേട്ടോ. ഇതാ വരണേ. നീ എവിടെ ഉണ്ട്? നേരെ ചായക്കടയിലേക്കോ? എടാ ചായ പറഞ്ഞോ? ചായ പറഞ്ഞിട്ടുണ്ട്, എവിടെ ഉണ്ട്? എടുത്തോ. എടാ ആ എന്തിനാ വൈകിയേ? ഒന്നും പറയണ്ടാ, വേറെ വഴിക്ക് പോയിരിക്കുന്നു. എടാ വീട്ടിലെന്താ അവസ്ഥ? ഒരു മാറ്റമില്ലടാ, പഴയ വിലയൊക്കെ തന്നെ. നമ്മുടെ പ്ലാൻ എന്തായി? അതൊക്കെ സെറ്റാണ്. സിസ്റ്റം സ്റ്റഡി ആണ്, സ്പേസ് ഓക്കെയാണ്. ബട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒരു 5 lakh വരും. അതാണ് കുറച്ച് സീൻ. എൻ്റെ പൊന്നെ, തൊട്ട ക്യാഷാണുള്ളത്. വേറെ എന്ത് ചെയ്യാനടാ, നമുക്ക് നോക്കാം. എന്നും പറഞ്ഞവിടെ ഇരിക്കാൻ പറ്റുമോ? ഒരു കൈ നോക്കാന്ന്. ഒരു മാത്രമാക്കണം എന്തിനാണ്? 10-15 ലക്ഷം പറ, അപ്പൊ കുറച്ച് ക്യാഷ് കിട്ടുമല്ലോ. ആടാ ഇനി എൻ്റെ നമുക്ക് കയറി, അതാണല്ലോ. എന്താടാ ഇത്? ഫണ്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അതന്നെ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ചായക്കടയിലായിട്ട് ഇരുന്നപ്പോ ഇറങ്ങണം. അതെ, മഴ പോയിട്ട് ഇറങ്ങാം. ബാങ്കിൽ പോണ്ടേ? നോക്കൊന്നും വേണ്ട, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ. ലോണിന്റെ കാര്യത്തിൽ നിന്ന് വരാൻ പറഞ്ഞിരുന്നു. യെസ്, ജോബി അല്ലേ? ആ ബിസിനസ് ലോണിന്റെ കാര്യത്തിന് സെബിൻ വരാൻ പറഞ്ഞിട്ട്. അതെ. ഇവിടെ ഒരു അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞായിരുന്നു, എടുത്തായിരുന്നോ? എടുത്തായിരുന്നു മാഡം. കുറച്ച് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണം, ബാക്കി ഡീറ്റെയിൽസ് ഷാഫി പറയൂ കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു. ശരി മാഡം. ശരി. സുഖിതൊന്നും വർക്കൗട്ടാവില്ല കേട്ടോ. ബസ്സിൽ പറടാ. ആടോ ഓക്കെ, നാളെ ചെന്നിടാം. വല്ല എന്താ വഴി? ആടാ നാളെ മണിയെത്ത ഞാൻ. ഓക്കെ. എന്താടാ വല്ലതും ശരിയായോ? കുറേ ദിവസമായല്ലോ ഇതും പറഞ്ഞു പോകുന്നു. നടക്കോ വല്ലോ? നാളെ ബാങ്കിൽ ആൾ പറഞ്ഞൊരു ചെട്ടിയാരെ കാണാൻ പോണ്ട്. ഫാസിയാ വിളിച്ചേ. എന്തായാലും നോക്കി ചെയ്യ്.
ഇനി അധികകാലമൊന്നും അപ്പനിത് പറഞ്ഞു തരാനുണ്ടാവില്ല. ഓർത്താ നന്ന്. ഞാൻ നോക്കിയോളാം. അപ്പം അപ്പം പോയി ടി വി കണ്ടേ, ചുമ്മാ ഓരോന്ന് പറയാണ്ട്. നീ കിടന്നു ഇനി. മഴമേഘം മായുമോ മിഴിയേതോ വഴി ഞാൻ സണ്ണിച്ചോണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം കാലത്ത് റെഡി ചെയ്യുന്നതായി. കാണുമോ കടലോളം മോഹമോ എൻ മനസ്സിൻ തീരങ്ങൾ ഒന്ന് തൊടാമോ സ്വപ്നം ഇത് തന്നെയല്ലേ? ആടാ വാ. എന്താണത്? കണ്ടിട്ട് എനിക്ക് റോങ് അടിക്കുന്നിട്ടാ. തലമാറിട്ടൊന്നുമല്ലോ. അനൂപ് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എത്ര വേണ്ടേ? 5 ലക്ഷം. ഓ കറക്റ്റായിട്ട് തന്നെ അടയ്ക്കണം. പിള്ളേരതിൻ്റെ പേരില്ല, ബാങ്ക് വലിച്ചു തന്നാൽ മതി. കേട്ടല്ലോ, ഡോക്യുമെന്റ് എടുത്തു. അത് ഞങ്ങൾ അടച്ചോളാം. ആ അടയ്ക്കണം. ആദ്യം എഗ്രിമെന്റ് സൈൻ ചെയ്യും. 5-ാം തീയതിക്ക് മുമ്പ് വലിച്ചടയ്ക്കണം. ഓക്കെ അല്ലേ? ഓക്കെയാണ്. എന്നാൽ എല്ലാവരും സൈൻ ചെയ്യും. നമുക്കൊരു 4 ഐസ് ഡെസ്ക്ടോപ്പാണ് നോക്കണം അല്ലേ? ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് ഒരു 5% ഡിസ്കൗണ്ട് കൊടുക്കാന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ 5% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 1.15 വരും. 1,15,000. അതെ. ഇത് നമ്മുടെ ബഡ്ജറ്റ് നിൽക്കില്ല കേട്ടാ. എന്താ ചെയ്യാ, നമുക്ക് എന്തായാലും നോക്കാം. ഹലോ. ഓഫ്. ഹലോ. ഞാൻ വരാം. എടാ ഞാൻ പോയിട്ട് വരാം. ഓക്കെടാ, ബൈ. ജിഞ്ചർ സ്റ്റേ. മറിയാമേ ഒന്ന് നോക്കിയേ. Call me Maria, not Mariama. ആടി പറ. അല്ല സോറി മരിയ. നീ എന്നോടൊന്ന് നേരെ ചൊവ്വേ സംസാരിച്ചിട്ട് എത്രയാണെന്നറിയോ? ഒരു 10 ദിവസം. നോ, 11 ദിവസം 4 മണിക്കൂർ 30 മിനിറ്റ് 24 സെക്കൻഡ്. അല്ല, 25 സെക്കൻഡ്. എന്റെ പൊന്നോ, എന്റെ ഓട്ടം നിനക്കറിയാലോ. ഇതിന്റെ ഇടയിൽ ഞാൻ ഇതിന് മാത്രം ഇത്തിരി സമയം കണ്ടെത്തണം. എന്തേ പറ്റില്ലേ? പിന്നെ പറ്റാഞ്ഞിട്ടല്ല, ഫുൾ ടൈം ഓട്ടമാണ്, നിനക്കറിയാലോ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഡെയിലി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗുഡ് നൈറ്റ് പറയാൻ പറ്റില്ലേ? അവനാ ഫാസിയ, റൂമിന്റെ കാര്യം പറയാനാ. ഗുഡ് നൈറ്റ് അല്ലേ, അയക്കാന്ന്. ഹലോ ഫാസി, ഞാൻ എന്താ മറിയയുടെ വീട്ടിലാ. അവിടെ ഒരു 5 മിനിറ്റ് ഇപ്പൊ വരാം. ഞാനെന്നാ പോയിട്ട്. ഓക്കെ ബൈ. അല്ലൊരു ഉമ്മ. ഗെറ്റ് ഔട്ട്. താങ്ക്സ്. വെറുതെ വന്ന് ഇതാണ് നീ വിളിച്ച ഞാൻ വരാത്തത്. ആ ഇത് കുഴപ്പമില്ല. കൊള്ളാം, നന്നായിട്ടല്ലേ? കൊള്ളാം. ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് ഇത്രയും നല്ല സൗകര്യമുള്ള റൂം കിട്ടില്ല സാർ. ഇത് തന്നെയല്ലേ ഏത് മുറി കാണിച്ചാലും പറയാറ്. ആദ്യം സെറ്റപ്പ് നോക്കട്ടെ. ഈ വാടകയ്ക്ക് ഇത്ര കടമ്പകൾ അനവധി തളരുവാൻ ഇരുമതി പല വഴി അടവുകളോ
നല്ലൊരു സ്പേസ് ഉണ്ട്. 2 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ആ അതെ അതെ അടിപൊളിയുണ്ടല്ലേ? റൂമൊക്കെയാണ്. ഓക്കെ അല്ലേ? ഒരു അഡ്വാൻസ് സിസ്റ്റം കൂടെ സെറ്റ് ആക്കാറല്ലേ? ഒരു താം പടത്തുടരാം വിധി എഴുതാം തിരുവഴിയേ തടയാം മടി തുടരാൻ വിധി പറയും വിടുമലതേ ഒരു താം പടത്തുടരാം വിധി എഴുതാം ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ വേറെ ശരിയാക്കും. ആ ശരി ശരി ഓക്കെ. പിന്നെ ആധാറിന്റെ കോപ്പി ഒരു ഫോട്ടോ. അല്ല അഡ്വാൻസ് 25 പറഞ്ഞ 30 പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ് 25 ആക്കിയിട്ടുണ്ട്. ആ വേറെയാണ്. ഇത്രയും റേറ്റ് കുറവുള്ള സിസ്റ്റം കിട്ടിയതാ നമ്മുടെ ലെക്കാണ് വാസി. ഇത് കാണാതെ അറിയാതെ പോവാൻ ഇനി ദൂരെ പതറാതെ ഇടറാം മനമേ ഇത് കാണാതെ അറിയാതെ പോവാൻ ഇനി ദൂരെ ഈ പതറാതെ ഇടറാം മനമേ ഉയരെ ഉയരെ വാസി നീ ആ മെയിലും ചോക്കി ഞങ്ങളുടെ ഡെമോ അയച്ചിട്ടുണ്ട് നോക്ക്. എടാ നിന്നോടാണ് പറഞ്ഞത് വാസി. എടാ എടാ ചിക്ക് ഇവർ ചെയ്ത് തീർത്തില്ലേ? വേഗം ചെയ്യടാ. ചെയ്യില്ലേ? എടാ വാസി എല്ലാം സെറ്റാക്കി. 2 മാസമായി വർക്കൊന്നും ആയിട്ടില്ല. എടാ നീ പറഞ്ഞ വർക്കെങ്കിലും സെറ്റാക്കടാ. എടാ നീ ടെൻഷൻ ആവണ്ട. ഞാൻ 2-3 പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. വർക്ക് സെറ്റ് ആവും. പറയാൻ പറ. എടാ നീ എവിടെയാ? ഞാൻ അതേ റൂമില്. നീ ആ ചെട്ടിയാറിന്റെ ക്യാഷ് സെറ്റ് ആക്കിയോ? ജോബി നിങ്ങൾ അവിടെ തമാശ കളിച്ചിരിക്കാതെ അത് വേഗം സെറ്റ് ആക്ക്. ആടി ഞങ്ങളിത് ചുമ്മാ ഇരിക്കാനുള്ള. എന്റെ മെക്കെട്ട് കയറും. എടി നിനക്ക് അറിയാവുന്നല്ലേ വർക്ക് തരാന്ന് പറഞ്ഞിട്ട് വർക്കും തരണില്ല. അതിനിടയ്ക്കാണ് സിസ്റ്റമൊക്കെ കംപ്ലൈന്റ് കാണിക്കാനും തുടങ്ങി. ഞാൻ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിരിക്കുക. ഞാൻ പപ്പയോട് ഈ കാര്യം സംസാരിക്കണോ? ബെസ്റ്റ്. പപ്പയോട് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ എന്തായാലും ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. എടി അതെ അർജുൻ വിളിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വിളിക്കാട്ടാ. എടാ അർജുൻ എപ്പോഴാ നീ എവിടെ? ഞാൻ റൂമിലുണ്ട്. ആ വർക്കും പോയാ? നമുക്ക് മാത്രം എന്താ ഇങ്ങനെ? ശരി നീ വാ എന്തായാലും. എടാ പിന്നെ നമ്മുടെ ലോക പരിപാടിക്ക് ആള് വരുന്നുണ്ട്. നീ ഇവിടെ ഉണ്ടാവില്ലേ? ആ ഓക്കെ ഓക്കെ. ഹലോ ഗുഡ് മോർണിംഗ് സാർ. സാർ എൻ്റെ പേര് ജോബി എന്നാണ്. ഞങ്ങളിപ്പോൾ ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങിയിട്ടുണ്ടേ. ഹലോ ഗുഡ് മോർണിംഗ് സാർ. സാർ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ നിന്ന് വിളിക്കുവാണ് സാർ. സാർ അപ്പോൾ സാറിന് ഞങ്ങളുടെ എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. സാർ ഞങ്ങൾ വെബ്സൈറ്റ് ഡിസൈൻ, വെബ്സൈറ്റ് പ്രൊമോഷൻ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ എല്ലാം ഞങ്ങൾ ചെയ്യും സാർ. അപ്പോൾ സാറിന് ഞങ്ങളുടെ എന്തെങ്കിലും സേവനങ്ങൾ വേണമെന്ന് അറിയാനായിരുന്നു. സോറി നോട്ട് ഇൻട്രസ്റ്റഡ്. ഓ അതെ അല്ലേ? ഓക്കെ ഓക്കെ മാഡം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി അല്ലേ? അതെ അതെ അതെ. നമുക്ക് ഓൾറെഡി ആളുണ്ട് ബ്രോ. ഇപ്പൊ ആവശ്യമില്ല. ആണല്ലേ? ഓ ഓക്കെ ഓക്കെ സാർ. ഓക്കെ താങ്ക് യു. ഓ ആണല്ലേ? ഓക്കെ ഓക്കെ സാർ. സോറി ഞങ്ങൾക്കിപ്പോൾ താല്പര്യമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം. ഓക്കെ. എന്തോ കളിയാ? ഞാൻ വർക്ക് ചെയ്തപ്പോഴൊക്കെ മിസ്സിംഗ് കാണിച്ചാൽ നോക്ക്. മൊത്തം പോയത് എനിക്കറിയില്ല. പണി ഓരോന്ന് വന്നോണ്ടിരിക്കും.
എന്ത് പറ്റിടാ? ശരിയാ? പഠിച്ച പണി പലതും നോക്കിടാ, ഒന്ന് നടപടിയാവണ സിസ്റ്റം തോന്നുന്നു. എന്ത് മലരാണ് എടുത്തിട്ട് 1 മാസം കൂടെ ആയിട്ടില്ല. ഞാൻ സേവരേട്ടനെ വിളിച്ചേ. വിളിച്ചു, വരുന്നുണ്ട്. ഫാസി അവിടെ. അവന് കൊണ്ടുപോയ നശിക്കാനായിട്ട് ഇന്നലെ ഒന്ന് മിനിഞ്ഞാന്നൊന്ന്. ഇത് എന്ത് വിധിയാടാ? ആ സേവരേട്ടാ. ആ എന്താ സേവരുടെ പ്രശ്നം എന്താണ്? സീനാണോ? എന്തെങ്കിലും ഒന്ന് പറയും സേവരേട്ടാ. ഇതെവിടെ നിർത്തി ഈ സാധനം? ഇവിടുന്ന് തന്നെ. എന്താ സേവരേട്ടാ? ഒന്നുമില്ല, നല്ല പണിയാണ് കിട്ടിയിരിക്കണേ. എൻ്റെ പൊന്നു മക്കളെ, കംപ്ലീറ്റ് സാധനങ്ങൾ പോക്കാണ്. ഇതൊക്കെ നോക്കി എടുത്തൂടെ എൻ്റെ ജോബിയെ? ഇതിപ്പോൾ ഞാൻ പെടുത്താലും ശരിയാവില്ല, വല്ല ആക്രിക്കും കൊടുക്കാം. ഞാൻ പോട്ടെ എന്നാ. സേവരേട്ടാ ഞാൻ നിന്നിട്ട് കാര്യമില്ല, അതല്ലേ? ഞാൻ പോട്ടെ. എടാ ഓൺ ചെയ്തരാ. വന്നോ? ഇല്ലല്ലോ. ഇത് നമുക്കൊന്ന് കാണിച്ചു തന്ന പീസ് എല്ലാം തോന്നുന്നു. അല്ലേ? പിന്നെ ആരോട് ചോദിക്കാനാണ്? ബില്ലുല കോപ്പുല പണിതവനായിട്ട് പണിയണം. സമയം തേടാ. വൈകിട്ടില്ല, ഇപ്പൊ തന്നെ ഞാൻ ആളെ പോക്കാം. എടാ എടാ നമ്മളിനി എന്ത് ചെയ്യാനടാ? എന്ത് ചെയ്യാം? പെട്ട് കോപ്പര. അവൻ ഈ ഭൂഗോളം വിട്ടൊന്നും പുറത്തു പോലല്ലോ. തപ്പ ആ കമ്പ്യൂട്ടർ ഒന്ന് തന്നെ പൂട്ടണം. ആടാ കൂട്ടം. നീ നമ്മുടെ പിള്ളേരെ ഇൻഫോം ചെയ്തില്ലേ? നമുക്ക് അവനെ ലോക്ക് ചെയ്യണം. അവരെ നമ്മൾ വെറുതെ വിടൂടാ. അവനല്ലേ? എടി വേഗം ഒന്ന് കേറിയേ. എവിടേക്കാ? ഞാൻ പറയാന്ന്, നീ കേറ്. ആ വണ്ടിയിലൂടെ പന്നിനെ പിടിക്കാനായിട്ടാ. കോപ്പ് പെട്രോൾ തീർന്നു. കോപ്പ് എന്താ എന്താ പ്രശ്നം? എന്താടാ? പെട്രോൾ തീരാൻ കൊണ്ടൊരു സമയം. നീ ഇത് ആരെ വിളിക്കണേ? എടാ എവിടെ ഉണ്ട്? ഞാൻ ഇവിടെ എന്നെ സൈഡിലുണ്ട്. എടാ പെട്രോൾ തീർത്തടാ. ഞാൻ കമ്പ്യൂട്ടർ കോപ്പിന്റെ പിന്നാലെ പോയതാ. എടാ നീ ഒന്ന് പെട്ടെന്ന് വാടാ. ഇതാ പറയണ പെട്രോൾ അടിച്ചു വയ്ക്കാൻ. മറിയാമേ, അടുത്ത ചേസിന് പെട്രോൾ അടിക്കാം. മതിയാ? ചെട്ടിയാരാണ്. 5-ാം തീയതി കഴിഞ്ഞ് 20-ാം തീയതി. എത്രാമത്തെ കൊള്ളാന്നറിയോ നിനക്ക്? എടുക്ക് നീ. സംസാരിച്ചോ മക്കളെ. ഇത് കൊറേ ആയല്ലോ. പലിശ മൊത്തം തെറ്റിച്ചു കേട്ടോ. നാളെ വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്.
അതിനുള്ളില് പലിശയും മുതലും ഇവിടെ എത്തിയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്നെ അറിയാത്തോണ്ടാ മക്കളെ. നിങ്ങൾ ചെറിയ പിള്ളേരല്ലേടാ, പണി വാങ്ങാൻ നിക്കല്ലേ. ചെട്ടിയാരെ ഞങ്ങൾ എത്തിക്കാം. ആ, എത്തിച്ചാ നിങ്ങൾക്ക് കൊള്ളാം. ഹലോ 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 ചെട്ടിയാരെ. ഹലോ കട്ടായി. സാറ് അവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും, അതുകൂടിയാണ് പറയാറുന്നില്ലേ? പലിശ തന്നെ വരുന്നുണ്ട് 10-20,000 രൂപ. എന്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ല. അല്ല എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. ഇതും പറഞ്ഞുകൂടി ഇരിക്കുക, അല്ല ശരിയാവൂലോ എന്തേ? പിന്നെ കാശ് ചോദിക്കാണെങ്കിൽ ജീവൻ ഇറക്കാൻ പറ്റില്ലല്ലോ. എടാ ചെട്ടിയാരെ പോയി കുറച്ച് ടൈം ചോദിക്കാം, അല്ലാതെ വേറെന്താ മാർഗം? അതെങ്ങനെ അത് ബാക്കി നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നാ പോവാ. ജോബി ഞാൻ കാര്യം പറയാം. വൈകിയാണെങ്കിലും വന്നൂലേ? അത് കാശ് റെഡി ആയിട്ടില്ല. ഞങ്ങൾക്ക് മതി മക്കളെ, ഇനി ഞാൻ ഇടപെടണം. പലിശയുടെ കാര്യം സേതു നോക്കും, അവനോട് പറഞ്ഞാൽ മതി. ശുഭരാത്രി മക്കളെ. സേതു പലിശയില്ല, ചെട്ടിയാരോടെ പറയാൻ പറഞ്ഞ്. ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി. നടപടിയാവൂല. പലിശ അല്ലെങ്കിൽ മുതല് ഇല്ല. എഗ്രിമെന്റ് പറഞ്ഞ പോലെ ഞങ്ങൾ പറയുന്ന ജോലി. കുറച്ച് ടൈം കൂടെ ഞങ്ങൾ ഒരാള് പറഞ്ഞാ മതി. 1 മാസം കൂടി. നടക്കില്ല. പ്ലീസ് 1 മാസം കൂടി, എല്ലാം ഞങ്ങൾ അടയ്ക്കാം. എഗ്രിമെന്റ് പറഞ്ഞ പോലെ നമുക്ക് ഗുജറാത്ത് ഫാക്ടറി പോ. ഈ കാശ് നിങ്ങൾ ഇനി തരണ്ട, ഞങ്ങൾ മുതലാക്കിക്കോളാം. നോ, നിങ്ങൾക്ക് വേണ്ടത് ക്യാഷാണ്, അത് ഞങ്ങൾ തരും. നിങ്ങളുടെ കാശ് ഞങ്ങൾക്ക് വേണ്ട. ചെന്ന് വണ്ടി കയറടാ. ചേട്ടാ നമ്മളെ ഇവിടെ നിന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ തന്നെ ചെയ്തു ഇറങ്ങിക്കാണ്. ചെട്ടിയാരെ വിളിക്കാൻ പോ. ഹലോ മക്കളെ, ജീവൻ വേണമെങ്കിൽ ഓടിക്കും. സേതുവിന്റെ കയ്യിലെങ്ങാനും കിട്ടിയ ചെട്ടിയാരെ ഇനിയോടാൻ വയ്യ. ലാസ്റ്റ് 1 മാസം സമയം എന്താ, മുഴുവൻ തുക ഞങ്ങൾ തന്നേർക്കാം. ഇല്ലെങ്കിൽ ഗുജറാത്തിലെ ഫാക്ടറിയിൽ ഞങ്ങൾ അടിമപ്പണിക്ക് വരാം. ഗിവ് മൈ ലാസ്റ്റ് ചാൻസ് ചെട്ടിയാരെ, ഞങ്ങളെ വിശ്വാസമില്ല ചെട്ടിയാരെ. 15 ദിവസത്തെ സമയം, 5 ലക്ഷം. എന്നിട്ട് സംസാരിക്കാം. ഓക്കെ. ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് ജോബിയെ? നിനക്കെന്താ വട്ടായ? സേതുവിന്റെ കയ്യിൽ നമ്മൾ രക്ഷപ്പെടും, പക്ഷേ ചെട്ടിയാരെ നമ്മളെ വിടൂലേട്ടാ. എവിടെയെങ്കിലും ക്യാഷ് കൊടുക്കണം, ഇല്ലെങ്കിൽ അടിമയാണ് ജീവിതം. നമ്മുടെ സ്വപ്നങ്ങളൊന്നും നടക്കില്ല, മാത്രമല്ല പോറലോവും കാണില്ല. എല്ലാ വഴികളും നമ്മുടെ മുന്നിൽ നടന്നു. എന്റെ ഏക പ്രതീക്ഷ നമുക്കിത് നോക്കാടാ. കേട്ട് കേട്ട് മടുത്ത വാക്കാണത്. നിർത്തേ കോപ്പ്. ഗുജറാത്ത് എങ്കിൽ ഗുജറാത്ത്, ഇനി ഇല്ല ഞാൻ ഒന്നിനും. എടാ പിന്നെ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ കണ്ടതല്ലേ, ഇപ്പൊ എല്ലാം എന്റെ കുറ്റം. ഞാൻ മാത്രം അല്ലട്ടോ, നിങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാത്തിനും. നിർത്തണ ചുമ്മാ ചിലക്കാണ്ട്. ബാക്കിയുള്ളവരെ പിന്നെ നോക്കാം.
ജോബി ഇനി എന്താ പ്ലാന്? എന്തേലും ചെയ്യാം. അല്ല ഫാസി അവിടെ ഫാസേ 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 നീ നോക്കടാ. അവനീ കഥ എടുത്തിട്ട് എന്നെ ചെയ്യണം. ഫാസിലേടാ ഡാ ഫാസി ഡാ ഫാസി എടാ തുറക്കടാ എടാ കളിക്കാൻ തുറക്കാൻ ഡാ ജോബി എന്താടാ ഫാസി ഇതൊന്നൊരു പരിഹാരമല്ല പോത്തെ. അവന്റെ ഒരു വഴി ഉണ്ടാക്കാം. വിളിച്ചോണ്ട് പോണവനെ. എടാ എന്നെ അവസ്ഥ അറിയണല്ലോടാ. നീ ഇങ്ങോട്ട് വന്നേ. എടാ അബി അതെനിക്കൊരു ഹെൽപ്പ് വേണം. കുറച്ച് ക്യാഷ് വേണമായിരുന്നു. ഹലോ അങ്കിളെ. എടാ ഞാൻ പറഞ്ഞ ക്യാഷ് സെറ്റ് ചെയ്യാം. ഇല്ല അല്ലേ? എടാ വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ? കിട്ടിയൊന്ന് വിളിക്കണേ. കുറച്ച് അർജൻറ്റ്. മാക്സിമം നോക്കണേ. അങ്കിളെ ഞാൻ പറഞ്ഞ കാര്യം കുറച്ച് അർജൻറ്റായിരുന്നേ. റെഡിയാക്കാൻ പറ്റുമോ? ഇക്ക കാശുണ്ടോ റോൾ ചെയ്യാൻ? സീനിലേക്കാ ഞാൻ നോക്കാം. എടാ ക്യാഷ് സെറ്റ് ചെയ്യാനേ ഒരു വളഞ്ഞ വഴിയുണ്ട്. വർക്ക് ഉണ്ടോയെന്ന് അറിയില്ല. നോക്കിയാലോ? എന്ത് റിസ്ക്കാണ് സീനില്ല. നീ വിളി, വർക്ക് എടുക്കാം. ഉറപ്പാണോ? പിന്നെ ഹലോ നിങ്ങളേട്ടത് ഞാനാണ്. ആ ഓക്കെ ഓക്കെ. എടാ വർക്കില്ല. ഓ നമുക്ക് വേറെ നോക്കാം. ആനെങ്കിലേട്ടാ ആ പറ. സുഖോ, നീ എപ്പോഴാ പറഞ്ഞിട്ടുണ്ടായില്ലേ ഒരു വർക്ക് വേണമെന്ന്? ഒരു വർക്ക് ഉണ്ട് നിനക്ക്. ഇപ്പം തന്നെ വരാൻ പറ്റുമോ? ആ ഇപ്പം തന്നെയാ. ഓക്കെ 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 ഓക്കെ. എന്താണ്? നിങ്ങളേട്ടനായിരുന്നു. വർക്കുണ്ട്. കുറച്ച് റിസ്ക്കാണ്. റിസ്ക് ഒന്നും മാറ്ററല്ല. നീ വർക്ക് പറ. എന്നാൽ വൈകിട്ടില്ല. ഇപ്പം തന്നെ ചെന്നാൽ വർക്ക് എടുക്കാം. പോവാം. എന്നാ വാടാ. ആ അർജു വണ്ടിയുടെ കാര്യം തേടാ. വണ്ടിയെല്ലാം സെറ്റാണ്. പിള്ളേരെ തീരുന്നു. ആണെങ്കിലേട്ടാ സുഖോ, നീ കാര്യം പറഞ്ഞില്ലേ? സംഗതി വൻ റിസ്ക് ആണ്. റിസ്ക് എടുത്ത് വർക്ക് ചെയ്താൽ കാശ് കിട്ടും. ഞങ്ങൾ ചെയ്യാം. എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഒരു കോർണർ പോയി നിന്നാൽ മതി. സാധനം നിങ്ങളുടെ അടുത്തെത്തും. ഇതില് 11:34 ഈ നമ്പർ പറഞ്ഞ് ഇത് കാണിച്ചാൽ ഒരു സാധനം തരും. അത് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിച്ചാൽ മതി. സാധനം എന്താണ്? കയ്യിൽ കിട്ടിയാലേ അറിയുള്ളൂ. അതാണ് റിസ്ക്. കുഴപ്പമില്ല, ചെയ്യാം. എവിടെ ചെല്ലണം? കോയമ്പത്തൂർ ഒരു 6:30. ഇപ്പം തന്നെ വിട്ടോ, നല്ല സമയത്തെത്താൻ പറ്റുള്ളൂ. എന്നാ വിട്ടോ. ഓക്കെ.
ഇവൻ എന്തിനാ എന്റെ പെണ്ണിന്റെ കാര്യത്തിൽ ഇടപെടണേ? എന്റെ പെണ്ണിന്റെ കാര്യത്തിൽ ഇടപെടണേ ഇവനാരാ? എടാ നിനക്ക് എന്ത് യോഗ്യത ഉള്ളത് അവളെ പറ്റി പറയാൻ? നിന്റെ അപ്പ 2 കെട്ടി വെച്ചിട്ട് എല്ലാരും അങ്ങനെ ആവുന്നുണ്ടാ? വേണ്ട വിട്ടേക്കടാ. നോക്കടാ, ചോദിക്കണ ഉത്തരം പറയടാ. നീ എന്താ താഴെ ഞാൻ അവനോട് നിനക്ക് എന്തിന്റെ പ്രശ്നം? ഞാൻ അവന്റെ അപ്പനെ കുറിച്ചല്ല പറയണത്. അവനില്ലാത്തതാണ് നിനക്ക് എന്താണ്? ഡയലോഗ് പറയടാ. നിന്നല്ലോ പറയണ്. നീ മാറ്, നീ പോയി ചാകടാ. ഞാനൊക്കെ തൂങ്ങി ചത്തുണ്ടാവും. എടാ നീ വെറുതെ അപ്പനാണോണ്ടാ? നിന്റെ അപ്പനെ കുറിച്ചല്ല അവന്റെ അപ്പനെ കുറിച്ചല്ല സംസാരിക്കാനല്ല. പ്രശ്നം നീ എന്ത് പണിയടാ കാണിച്ചേടാ? ഓടി വേടാ ഫാസി. എടാ ഞാൻ നാട്ടിൽ പോടാ, എനിക്കിവിടെ മടുത്തടാ. എടാ നീ ഓരോന്ന് പറയല്ലേ, നീ റെസ്റ്റ് എടുക്കപ്പോ. അല്ലടാ എനിക്ക് നാട്ടിൽ പോണം. എടാ അവൻ പറഞ്ഞൊന്നും കാര്യാക്കണ്ട, ഞങ്ങളില്ല കൂടെ. ഉപ്പാക്ക് വേറെ കുടുംബം കൂട്ടിണ്ടെന്ന് അറിഞ്ഞപ്പോൾ മൂലി അനുഭവിക്കുന്നടാ വേന. മടുത്തടാ. നാട്ടിൽ പോയി ഉമ്മയുടെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇവിടുത്തെ ജോലിയോ? എനിക്ക് ഈ ശമ്പളം തികയില്ലടാ. എനിക്ക് പെങ്ങളെയും ഉമ്മേനെ നോക്കണം, പിന്നെ നാട്ടിലൊരു വീട്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടണതാ. പിന്നെ ഞാൻ നാട്ടിലെ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയാറില്ലേ, അർജുൻ, ജോബി, ഞങ്ങൾ തമ്മിൽ ഒരു സ്റ്റാർട്ടപ്പ് പ്ലാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ നാട്ടിലാണെങ്കിൽ ഉമ്മയുടെ ഡിവോഴ്സിൻ്റെ കാര്യം നടക്കുമല്ലോ. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? കുറേ നാളായി ഞാൻ ഈ ആലോചന തുടങ്ങിയിട്ട്. നാട്ടിലെപ്പത്തി യാത്തേക്ക് വാ മോനെ. ഈ ഉള്ളിൽ കയറുന്നില്ലേ? എടാ നിങ്ങളെന്തോ ബിസിനസ് തുടങ്ങാൻ പോവാന്ന് കേട്ടു. ഓള് പറഞ്ഞു കുറച്ച് കാശുണ്ട് ഇതിൽ, നിങ്ങൾ എടുത്തോ, അത് ആനക്ക് ഉപകാരമാവും.
അതെ, നിങ്ങളുടെ ഈ നക്കാപ്പിച്ച് കാശിന് വേണ്ടി വന്നല്ലേ ഞാൻ. എനിക്ക് വേണ്ട ഈ പണം. എനിക്ക് വേണ്ടിട്ടൊക്കെ എനിക്കറിയാം, ആരെ കൊന്നിട്ടാണെങ്കിലും. ഞാനിപ്പോൾ വന്ന അതിനൊന്നുമല്ല, എൻ്റെ ഉമ്മയുടെ ഡിവോഴ്സിൻ്റെ കാര്യം സംസാരിക്കാനാ. ചെറുപ്പം മുതൽ കേൾക്കണതായി കളിയാക്കലും കുറ്റം ചുമത്തലൊക്കെ മതി, ഇതോടെ അവസാനിപ്പിക്കാനില്ല. അത് ഈ മാത്രം തീരുമാനിച്ചാൽ മതിയാ? ഞാൻ തീരുമാനിക്കും. ഒന്നില്ലേ നിങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഈ കുടുംബത്തെ ഉപേക്ഷിക്കുക. അല്ലാതെ ഇതൊരുമാതിരി നിങ്ങൾ എന്താണ് ആക്കിയപ്പാ, ഞങ്ങളൊന്ന് വെറുതെ വിട്. അനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ എൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്ക്. നിർത്തോ? സ്ഥാനം എനിക്കുണ്ട് സ്ഥാനം. നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക. പറ്റൂലല്ലോ. ഞങ്ങളൊന്ന് വെറുതെ വിടുപ്പാ. ഞാൻ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സ് നോട്ടീസ് തരും. നിങ്ങൾ അതെങ്കിലും ഒന്ന് ഒപ്പിട്ടയക്കി. ഉമ്മയോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഏതേതോ കനവോടെ ഏതേതോ നിനവോടെ ഞാൻ നീറും നിനവാ അലയുന്നു ഞാൻ ഇടം പോലെ എടാ ഞാൻ പറഞ്ഞു, ഉമ്മയോട് ഞാൻ സംസാരിക്കാം. ഓക്കെ എന്നാ. ഫാസി എത്തിയോടാ? എന്തുമ്മ? മരുന്ന് തീർന്നു. തീർന്നല്ലേ? ഫസിയ, എടി ഫസിയ, ഫസിയേ, എന്തിക്കാ ഈ എന്താ ഉമ്മടെ മരുന്ന് തീർന്നവര് എന്നോട് പറയാൻ? എന്നോട് ഞാൻ പറഞ്ഞല്ലേ പറയണമെന്ന്. അല്ലിക്ക, ഞാൻ ഉപ്പാന്റെ അടുത്ത് പറഞ്ഞ്, അതാ ഇക്കാന്റെ അടുത്ത് ഞാൻ. എന്റെ പൊന്നു ഫസി, ചിത്ര പൊട്ടിയായി പോയല്ലോ. നമ്മളൊന്നും വേണ്ടാതെ വേറെ കുട്ടിയും കൂടുമ്പോയി പോയതാണ് അയാളെ. എന്നിട്ട് ഉപ്പയാണ് പോലും. ഉപ്പ പാവാടാ. പാവോ അയാളോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ല നിങ്ങള്. നിങ്ങൾ എന്ത് വേണാ ചായ്ക്കോ? ഉമ്മക്ക് ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ പറ്റുമോ? ഇല്ലല്ലേ? നിങ്ങൾ എന്ത് വേണാ ചായ്ക്കപ്പാ. മാറിയ ഫസിയെ. ഉമ്മ ഞാൻ ഇറങ്ങേട്ടാ. ജോബിയോ? ജോബിയോടെ ടൗണിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ പോ. ഓക്കെ അല്ലേ? നമുക്ക് ബാങ്കിലെ കാര്യം സെറ്റ് ചെയ്യാം. നിങ്ങളിത് എവിടെ വരണ്ടേ? ജോബിയോ മഴ തന്നെ ഉണ്ട്, കയറി. ആ ജോബി പോരും. വീട്ടിലെന്താ അവസ്ഥ? എന്താടാ ഇത്? ഫണ്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ആ അതന്നെ, നമുക്ക് നോക്കാം. നോക്കാന്ന് പറഞ്ഞിട്ട് ചായക്കടയിലാട്ട് ഇരുന്നപ്പോ ഇറങ്ങണം. അതെ, മഴ പോയിട്ട് ഇറങ്ങാം. ബാങ്കിൽ പോണ്ടേ? നോക്കൊന്നും വേണ്ട, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു.
സെബിനോട് പറഞ്ഞില്ലേ കാര്യം? മാഡം ലോണിൻ്റെ കാര്യത്തിനൊന്ന് വരാൻ പറഞ്ഞിരുന്നു. ആ യെസ് ജോബി അല്ലേ? ആ ബിസിനസ് ലോണിൻ്റെ കാര്യത്തിന് സെബിൻ വരാൻ പറഞ്ഞിട്ട് കുറച്ച് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണം. ബാക്കി ഡീറ്റെയിൽസ് ഷാഫി പറയൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. നീ ആരെയാ വിളിക്കുന്നത്? എന്താണ് ഞാനവിടെ വർക്ക് ചെയ്യണ സെബിനെ. പോടാ. നിങ്ങൾ വിട്ടോ. ഹലോ സെബിൻ ബ്രോ. ആ, നീ വിളി. ഞാനിവിടെ ഉണ്ട്. ആ സെബിൻ ബ്രോ, ലോണിൻ്റെ കാര്യം എന്തേ? ഫൈസൽ ലോൺ നടക്കും, പക്ഷെ നിങ്ങൾ പറഞ്ഞ എമൗണ്ട് നടക്കും തോന്നുന്നില്ലേ? അതിന് മാത്രമുള്ള ഡോക്യുമെന്റ്സ് ഇല്ല. എന്താ ചെയ്യാ? അതിപ്പോ ശരിയാവണേ തന്നെ ഒരു 5-6 മാസം എടുക്കും. 5-6 മാസമോ? അപ്ലൈ ചെയ്തിട്ട് അല്ലാണ്ട് ഇത് പറയാനാ. നോക്കാല്ലേ? ആടാ, ഓക്കെ. ശരി. ഓ ശരി. ആ ആടാ മുകളിലോട്ട് ഇതിലേ വാ. ആ അവിടെ അവിടെ. ആ എടാ മുകളിലോട്ട് കയറുക. ആ ആ ആ എടാ ലോണിൻ്റെ പരിപാടിയൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ? ഇതൊന്നും സെറ്റാവില്ലടാ. അതെ, ബാങ്ക് വലിച്ച് കാശ് കൊടുക്കുന്ന ഒരാളുണ്ട്, ചെട്ടിയാർ. ഒന്ന് പോയി കണ്ടു നോക്ക്. പിന്നെ നമ്മൾ ഈ പ്രായത്തിലൊന്നും ചെയ്യാൻ പറ്റാതെ ഇവിടെ ഒന്ന് പെട്ടതാ. പിന്നെ ഉള്ളത് പറയാലോ, കുറച്ച് കമ്മീഷൻ കിട്ടുന്ന പരിപാടിയാണ്. നമുക്ക് ജീവിക്കേണ്ട വഴി ഇല്ല, ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ. അർജു, ഇവിടുത്തെ കഴിഞ്ഞു. എടാ, ബാങ്കിൽ വെച്ചൊരു ചിട്ടാരെന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് ഒരുത്തം പറഞ്ഞു. ബാങ്ക് വിളിച്ചോളൂ, നോക്കിയാലോ? ഫാസി പറടാ. അതെ, ബാങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് ബാങ്ക് പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന ഒരു ചിട്ടാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നാളെ അയാളെ പോയി ഒന്ന് കണ്ടാലോ? ആ, നാളെ ചെന്ന് കാണാം. അല്ലാന്ത വഴി. ശരി. നേരെ വീട്ടിലേക്കല്ലേ? ആ കറക്റ്റായിട്ട് പലിശ അടയ്ക്കണം. ഓക്കെ അല്ലേ? ഓക്കെയാണ്. പലിശ തെറ്റിച്ച ഞാൻ പറയുന്ന സ്ഥലത്ത് ഞാൻ പറയുന്ന പണി. എടാ വേണം, വണ്ടി എടുക്കും. എടാ, ഞാൻ ബാങ്കിൽ പോയി ലോൺ അടിച്ച് ഈ കാശ് ബാങ്കിലിട്ട് വെച്ച് തരാം. നിങ്ങൾ വെക്കോ? ഓക്കെ. ആ പോ. കയറി. നീ ആ ജോബിയുടെ ലോൺ അടിച്ചായിരുന്നോ? ആ, അടച്ചല്ലോ. ആ, എല്ലാരും എത്തിയില്ലേ? എന്നാ റൂം നോക്കാല്ലേ? നോക്കാം ചേട്ടാ. വാ. ജോബി, ഇതാ നിന്റെ റെസിപ്റ്റ്, ബാങ്ക് ലോൺ അടച്ച്. ആടാ. ആ, റൂം കൊള്ളാലോ. കൊള്ളാം. നന്നായിട്ടല്ലേ? കൊള്ളാം. നല്ലൊരു സ്പേസ് ഉണ്ട്. ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് ഇത്രയും നല്ല സൗകര്യമുള്ള റൂം കിട്ടില്ല. Not bad. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ആ, അതെ അതെ. അടിപൊളിയുണ്ടല്ലേ? കൊള്ളാം, കുഴപ്പമില്ല. നല്ല ലൊക്കേഷൻ ഉണ്ടോ?
റൂം ഓക്കെയാണ്. ഓക്കെ അല്ലേ? ഒരു അഡ്വാൻസ് ഇടാം. സിസ്റ്റം കൂടെ സെറ്റ് ആക്കാറ അല്ലേ? എടാ നീ പറഞ്ഞ വർക്കെങ്കിലും സെറ്റ് ആക്കടാ. എടാ നീ വെറുതെ ടെൻഷൻ ആവല്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സാർ ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ വർക്ക്. സോറി, ഞങ്ങളത് വേറെ കൊടുത്തു. സാർ അത് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ പ്രൊജക്റ്റ് അല്ലേ സാറേ? സി മിസ്റ്റർ ഫാസിൽ, ബെറ്റർ ഓപ്ഷൻ കിട്ടിയാൽ ഞങ്ങൾ വേറെ കൊടുക്കും. നമുക്ക് വേറെ വർക്ക് വരുമ്പോൾ നോക്കാം. ഇപ്പോൾ പൊക്കോളൂ. ഓക്കെ, താങ്ക്സ്. സാർ ഈ ലോഗോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ടൗണിൽ പോയിട്ട് വരാം. ആ ഓക്കെ. കളർ ഒന്ന് ചേഞ്ച് ചെയ്യോ? അതിന്റെ ഹൈറ്റ് അല്ലേ? ഈ ഒരു ഫ്രെയിമിൽ പറയാം. ഹലോ, സിസ്റ്റം കംപ്ലൈൻറ്റാ? ഞാനിപ്പോൾ വരാം. ഇതെവിടെ നിർത്തി ഈ സാധനം? ഇവിടെ തന്നെ. എന്താ ചെയ്തോട്ടോ? ഒന്നുമില്ല, നല്ല പണിയാ കിട്ടിയിരിക്കണേ. എൻ്റെ പൊന്നു മക്കളെ, കംപ്ലീറ്റ് സാധനങ്ങൾ പോക്കാണ്. ഇതൊക്കെ നോക്കി എടുത്തൂടെ എൻ്റെ ജോബിയെ? ഇതിപ്പോൾ ഞാൻ പെടുത്താലും ശരിയാവില്ല, വല്ല ആക്രിക്കും കൊടുക്കാം. ആരോട് ചോദിക്കാനാണ്? ബില്ലില്ല, കോപ്പില്ല, പണിതവനിട്ട് പണിയണം. സമയം തേടാ. വൈകിട്ടില്ല, ഇപ്പൊ തന്നെ ചെന്നാ ആളെ പൊക്കാം. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവന് ഈ ഭൂഗോളം വിട്ടൊന്നും പുറത്തു പോലല്ലോ. തപ്പ മക്കളെ, ഇത് കൊറേ ആയല്ലോ. പലിശ മൊത്തം തെറ്റിച്ചു കേട്ടോ. നാളെ വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. അതിനുള്ളില് പലിശ മുതലും ഇവിടെ എത്തിയിരിക്കണം കേട്ടോ. ഉണ്ടെങ്കിൽ എന്നെ അറിയാത്തോണ്ടാ മക്കളെ. ചെട്ടിയാരെ ഞങ്ങൾ എത്തിക്കാം. ആ, എത്തിച്ചാ നിങ്ങൾക്ക് ഹലോ 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 ചെട്ടിയാരെ. ഹലോ, കട്ടായി. സാറ് അവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും, അതുകൂടിയാണ് പറയാറുന്നില്ലേ? എൻ്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ല. അല്ല, എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാണ്. ഇതും പറഞ്ഞു ഇവിടെ ഇരിക്കുക, എല്ലാം ശരിയാവൂലോ? എന്റെ കാശ് ചോദിക്കാൻ ജീവിതം ഇറക്കാൻ പറ്റില്ലല്ലോ. എടാ ചെട്ടിയാരെ പോയി കണ്ടു ടൈം ചോദിക്കാം, അല്ലാതെ വേറെ മാർഗം. അതെങ്കിൽ അത് ബാക്കി നമുക്ക് പിന്നെ നോക്കാം. വൈകിയാണെങ്കിലും വന്നൂലേ? അത് കാശ് റെഡി ആയിട്ടില്ല. മതി മക്കളെ, ഇനി ഞാൻ ഇടപെടണില്ല. പലിശയുടെ കാര്യം സേതു നോക്കും. ശുഭരാത്രി മക്കളെ. സേതു പലിശയില്ല, ചെട്ടിയാരോടെ പറയാൻ പറഞ്ഞ്. നടപടിയാവൂല. കുറച്ച് ടൈം കൂടെ ഞങ്ങൾ ഒരാള് പറഞ്ഞാ മതി. പ്ലീസ്, 1 മാസം കൂടി, എല്ലാം ഞങ്ങൾ അടയ്ക്കാം. നിങ്ങളുടെ കാശ് ഞങ്ങൾക്ക് വേണ്ട. വന്ന് വണ്ടി കയറാ. Ah!
തന്നെ ചെയ്തു ഇറങ്ങിക്കാണ്. ചെട്ടിയാരെ ഇനിയോടാൻ വയ്യ. ഹലോ മക്കളെ, ജീവൻ വേണമെങ്കിൽ ഓടിക്കൂ. സേതുവിന്റെ കയ്യിലെങ്ങാനും കിട്ടിയ 15 ദിവസത്തെ സമയം, 5 ലക്ഷം, എന്നിട്ട് സംസാരിക്കാം. ഓക്കെ. നീ ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് ജോബിയെ? നിനക്കെന്താ വട്ടായ? സേതുവിന്റെ കയ്യിൽ നമ്മൾ രക്ഷപ്പെടും, പക്ഷേ ചെട്ടിയാരെ നമ്മളെ വിടൂലേട്ടാ. എവിടെയെങ്കിലും ക്യാഷ് കൊടുക്കണം. നമ്മുടെ സ്വപ്നങ്ങളും നടക്കുന്നത് മാത്രമല്ല, പുറലോകം കാണില്ല. എല്ലാ വഴികളും നമ്മുടെ മുന്നിൽ നടന്നു. എന്റെ ഏക പ്രതീക്ഷയായിരുന്നു. എടാ നമുക്കിതിനെ നോക്കാടാ. കേട്ട് കേട്ട് മടുത്ത വാക്കാണത്. നിർത്തേ കോപ്പ്. ഇപ്പല്ല എന്റെ കുറ്റം, ഞാൻ മാത്രം അല്ലട്ടോ, നിങ്ങൾ എല്ലാവരും എല്ലാത്തിനും. നിർത്തണ ചുമ്മാ ചിലക്കാണ്ട്. ബാക്കിയുള്ളവരെ പിന്നെ നോക്കാം. അനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ സ്ഥാനത്ത് നിന്ന് നോക്ക്. എനിക്കുണ്ട് സാധനം. നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്ക്. പറ്റൂലല്ലോ. ഞങ്ങളൊന്ന് വെറുതെ കൊടുപ്പാ. എന്റെ പൊന്നു ഫസ്റ്റ് ചിത്ര പൊട്ടിയായി പോയല്ലോ. നമ്മളൊന്നും വേണ്ടാതെ വേറെ കുട്ടിയും കൂടുമ്പോൾ പോയതാണ് അയാള്. എന്നിട്ട് ഉപ്പയാണ് പോലും. ഉമ്മക്ക് ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ പറ്റുമോ? ഇല്ലല്ലേ. ഫാസി അവിടെ. ഫാസി ഫാസി എടാ തുറക്കടാ. എടാ കളിക്കാൻ തുറക്കാൻ. ഫാസി ഇതൊരു പരിഹാരമാ. പോത്തെ അവന്റെ ഒരു വഴി ഉണ്ടാക്കാം. വിളിച്ചോണ്ട് പോണവനെ. എടാ എന്റെ അവസ്ഥ അറിയണല്ലോ. നീ ഇങ്ങോട്ട് വന്നേ. ഏട്ടനായിരുന്നു. വർക്കുണ്ട്, കുറച്ച് റിസ്ക്കാണ്. റിസ്ക് ഒന്നും മാറ്ററല്ല, നീ വർക്ക് വരാം. എന്നാ വൈകിട്ടില്ല. സുഖോ, നീ കാര്യം പറഞ്ഞില്ലേ? സംഗതി വൻ റിസ്ക് ആണ്. റിസ്ക് എടുത്ത് വർക്ക് ചെയ്താൽ കാശ് കിട്ടും. ഈ നമ്പർ പറഞ്ഞ് ഇത് കാണിച്ചാൽ ഒരു സാധനം തരും. അത് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിച്ചാൽ മതി. സാധനം എന്താണ്? കയ്യിൽ കിട്ടിയാലേ അറിയുള്ളൂ. അതാണ് റിസ്ക്. ഇപ്പൊ തന്നെ വിട്ടോ, നല്ല സമയത്ത് എത്താൻ പറ്റുള്ളൂ. ഓക്കെ. തമ്പി 11:34. ശരി. വിട്ടോ.
കളിയോ ഏർപ്പടവോ അടവിൻ മുറയോ രാവിധി ഇരുനിറയും പാതകൾ ഈ നേരമോ ഉടച്ചെറിയാം വെയിൽ പടരാം எங்க கிட்ட வேணாம் பார் கண்ணு கலந்து சாட்டையடி பார்த்தோம் நம்ம இருந்தோம் பெருகில் உலகத்தை திட்டி திட்டி ஒரு கத்துக்கிட்டேன் கத்த வித்தை எல்லாம் இப்ப காட்ட போறேன் ஓட்ட வாடா முன்னாடி மாறு இல்லை இப்ப வாடா சத்தம் இல்ல சால அடசல் பண்ணி வச்சிருக்கேன் ஒரு சுட்டு தட்டு இருக்கேன் கெட்ட சுத்த கண்ணை வச்சு ஒத்தம் பின்ன பண்ண போறேன் வச்சு வச்சு செய்ய போறேன் கத்த வித்தை எல்லாம் ஃபுல்லா வச்சு காட்ட போறேன் மவனையே ஆட்ட இங்கு வேற மாதிரி ஏ விதியோ விதியின் കളിയോ ഏർപ്പടവോ അടവിൻ മുറയോ രക്തം കണ്ണുക്കുള്ള മൊത്തം പായും രക്തം ഇവിടെ പോലീസ് ഉണ്ട് പിടിച്ച സീനാണ് എനിക്കറിയുന്ന സ്ഥലമുണ്ട് നമുക്ക് ലെഫ്റ്റ് കയറാം ഓക്കെ നമ്മളത്തെ എവിടേക്കാ പോണേ? ഇവിടെ രണ്ടെണ്ണത്തെ ബന്ധുക്കളുണ്ട് ഈ ബാണ്ട നമ്മുടെ കാര്യം ഇരിക്കുന്നത്ര സേഫ് ഇവിടുന്ന് കുറേ ഉണ്ടോ? ഇല്ലടാ ഇത് കുറച്ചുള്ളൂ ഇളക്കി മറിക്കും വീര് കിടുക്കി പറക്കും മാറ് മുന്നിൽ തിളക്കും வாடா 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 நீ முன்னே வாடா வேணாம் 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 நான் ரொம்ப மோசம் வேற 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 வச்சு செய்வேன் பாரு 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 நீ கத்தி பாரு சாப்ப கத்தி வச்சு கட்டம் கட்டி பொட்டம் தட்டி மட்டம் தட்டி மாண்டா சோறு மெய்ய வச்சு உன்னை கத்திக்க போறேன் പാതകൾ തുറന്നു പൊരുതി നേടി വിധി പോലും വിറച്ചു പതറിപ്പോയി തീ പോലെ ഓടിലാവയാവാൻ ജാതി മതം താണ്ടി മനുഷ്യരാശി വിധികൾ തുറന്നു വഴികൾ തേടി ജതി പോലും അടുപ്പിൽ കതറിപ്പോയി നാം കുറെ ഓടി ഓട വെക്കാൻ പാതികടൽ താണ്ടി മരണഭീതി പാതകൾ തുറന്നു പൊരുതി നേടി വിധി പോലും ചേട്ടാ ഇതാണ് സ്ഥലം ഇത് നമ്മുടെ അണ്ണൻ്റെ പണക്കേറിയോ ഓക്കെ വിധികൾ തുറന്നു വഴികൾ തേടി ഇങ്ങോട്ട് പോലും അടുപ്പിൽ കതറിപ്പോയി നാം കുറെ ഓടി ഓട വെക്കാൻ പാതികടൽ താണ്ടി മരണഭീതി என்ன சுகு என்ன மேட்ரு? அண்ணா கொஞ்சம் சரக்கு போடலண்ணா அப்படியா? பேக்கு மாத்திரேன் ஒரு பாட்டில் எனக்கு மாற்றி வச்சிருப்பா. சரிண்ணா ஓகேண்ணா வைக்கிறேன் ആദ്യം ഇത് സാധനം നോക്കട്ടെ തുറക്കടാ എൻ്റെ അളിയ പിടിച്ചാർന്നേ ഹലോ പറയടാ. നിങ്ങളേട്ടാ സാധനം ഗണ്ണാണ് ആണോ? ആ എന്നാ നീ വേഗം ഓർഡർ എടു. ഓക്കെ 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 സാധനം എങ്ങനെയെങ്കിലും കേരള ബോർഡർ എത്തിക്കണം പിന്നെ സീന് കുറയും ഇതിപ്പോ എങ്ങനെ? വാണ്ടക്കെട്ട് റിസ്ക് ആണ് ബൈക്കും റിസ്ക് ആണ് പിന്നെ
വണ്ടിയുടെ ബോഡിയിലാണെങ്കിലോ ഫുൾ ബോഡി ചെക്കിങ് എന്തായാലും ഉണ്ടാവില്ല. அண்ணே இந்த வண்டி ஒர்க் ஷாப் தானே, நான் எடுத்துகிட்டு போட்டுமா? சரி எடுத்துக்கோ. ஓகேண்ணா ஓகேண்ணா, சரிண்ணா சரி. சரிப்பா, சரி சரி. വലിച്ചു കേട്ടാ പെട്ടെന്ന് വിടല്ലേട്ടാ. കേട്ടോ ഫ്രണ്ടിൽ எங்க போற? சரவாக் சோபர் സാധനങ്ങൾ വേണം. നിൽക്കുന്നവരും ടെൻഷനാണ്. വണ്ടി ഇട്. ബി പ്രാക്ടിക്കൽ അർജു. നീ ഒരിക്കലും നിന്റെ കരിയർ വിടുന്നു ഞാൻ ഓർത്തില്ല. നിനക്കറിയാലോ എൻ്റെ അപ്പനമ്മയും. നമുക്കിത് വിളിച്ച് നിർത്താം. നീ എന്ത് ഈസി ആയിട്ടായി പറയണേ. നിന്നെ പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ചുമ്മാ നീ ഇതന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എടി നീ തന്നെയല്ലേ ലവാണ് മാങ്ങാത്തോലിയാണെന്ന് പറഞ്ഞു വന്നത്. ആയിരിക്കാം. ഇഷ്ടമല്ലാന്ന് ഞാനിപ്പോഴും പറയണില്ല. പക്ഷെ ജീവിതം വേറെയാണ്. കോപ്പ്, നീ ഇത് എന്ത് ജീവിതം എന്നാ പറയുന്നത്? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നീ നിന്റെ സ്റ്റാർട്ടപ്പ് പരിപാടി നോക്ക്. എനിക്ക് പറ്റണില്ല. പ്ലീസ് ലീവ് മീ അലോൺ. ഇതൊന്ന് വെറുതെ വിട് അർജു.
കൂടെ നീ നടന്നതാണോ ഇന്നൊന്നായി മറന്നു ഞാനേ കൂടെയുണ്ടെന്ന വാക്ക് ഈ കാറ്റിൽ പറത്തി ഈ പാടു നോക്കി മൂടു തട്ടി ദൂരെ പോയത് കൂടെയുണ്ടെന്ന വാക്ക് ഈ കാറ്റിൽ പറത്തി പാടു തട്ടി മൂടു തട്ടി ദൂരെ പോയത് നാന 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 ഓ ഓ നാന 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 ചതും കണ്ണീരിലാഴ്ത്തി നിലാവിലൻ നിലാവ് പോലെ നീ ചിരിച്ചതും കണ്ണീരിലാഴ്ത്തി നിലാവിലൻ നിലാവ് പോലെ നീ So sad. Come over life. മാറ്റണം പലതും ചിതലെടുത്തതല്ല I wanna overcome. Wanna be stronger. Yes, I will do. ഡാ നീ എന്തുവാ കരയുവാണോ? അല്ലേടാ വാ എണീറ്റ് വാ, വന്നേ, എഴുന്നേറ്റ് വാടാ. ഡാ അടിക്ക്, ഡാ പീടിക്കടാ, ചുമ്മാ അടിക്ക്. ഡാ മോനെ, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാതെ നീ സ്റ്റാർട്ടപ്പോ കമ്പനിയോ അങ്ങനെ എന്തോ പ്ലാനില്ലേ? അത് തുടങ്ങാൻ നോക്കടാ. ജീവിതമല്ലടാ, ഇതുപോലെ ഒരുപാടുണ്ടാവും, മൈൻഡ് ആക്കണ്ട. എടാ മോനെ, എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമല്ലേ ഉള്ളൂ. നീ ചേട്ടനെ അങ്ങനെ സങ്കടപ്പെടുത്തില്ലടാ, താങ്ങത്തില്ലടാ ഞാൻ. അതൊക്കെ പോട്ടെ, നീ നിന്റെ കമ്പനിയുടെ കാര്യം നാളെ തന്നെ പോയി നോക്കിക്കോണം കേട്ടോ. അല്ലാതെ അവളെ ഓർത്തുണ്ട്, അവള് പോയ 10-100 വേറെ വരുവാടാ. ഉഷാറാവട്ടെ. എന്നാ ഒന്നുകൂടെ വഴി. ആ ബെസ്റ്റ്. അടിച്ച് അവത് എഴുന്നേറ്റ് പോടാ. ഒന്നുകൂടെ അവന്റെ നാളെ ഒന്ന് മെനയായിട്ട് പോടാ. നമ്മളൊരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു പ്ലാൻ വേണം. അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഓൺലൈൻ ബിസിനസ് ആണല്ലോ. ഓൺലൈൻ ബിസിനസ് വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡാണ്. ഇപ്പൊ പിന്നെ എല്ലാവരും ഓൺലൈനായിട്ട് തന്നെയാണല്ലോ. ഞാനൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി തരാം. തൽക്കാലം അത് വെച്ച് ലോണിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ഏകദേശം എത്ര വരും ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലോണിനൊക്കെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്? അന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 4.8 to ഒരു 5 lakhs കിട്ടും. ഓക്കെ, ഷുവർ, നോക്കാം. ഇത് നമുക്ക് പിന്നെ ലോൺ ഇടാനുള്ള എമൗണ്ടേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഇതൊന്ന് നോക്കൂ. നോക്കാം. എന്തുണ്ടെങ്കിലും യു ക്യാൻ കോൾ മീ എനി ടൈം. ഓക്കെ, വിളിക്കാം. ഓക്കെ, താങ്ക് യു. ചിരിച്ചതും കണ്ണീരിലാഴ്ത്തി നിലാവിലൻ ഹലോ, നിലാവോലെ പ്രിയ, അർജുൻ, എൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? എനിക്ക് പറ്റാനില്ല. ഐ റിയലി മിസ് യു. പ്രിയ, നീ എന്താ ഇങ്ങനെ? ഞാൻ ഒരിക്കലും നിന്നിങ്ങനെ
നിനക്ക് എന്നോട് സംസാരിച്ചൂടെ? ഓക്കെ ഓക്കെ ബൈ. So sad. Come over life. മാറ്റണം. പലതും ചിതലെടുത്തതല്ല. I want to overcome. Wanna be stronger. Yes, I will do. ഇപ്പോൾ ഫുൾ ഓൺലൈൻ പരിപാടിയാണ്. സോ നമുക്ക് തന്നെ ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻ്റർപ്രൈസസ്, DME. ഇതിന് നമുക്ക് വേണ്ടത് 4 systems, 4 efficient workers ആൻഡ് എ റൂം സ്പേസ്. ഇപ്പോൾ കുറച്ചുകൂടെ സ്കോപ്പ് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ്. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 5 lakh വരും. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ. 5 lakhs ഓക്കെയാണ് അല്ലേ? ചെയ്യാം നോക്കാം ചെയ്ത് നോക്കാം. നല്ലതായിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 5 lakh വരും ചേട്ടാ. ആണല്ലേ? എന്നൊരു കാര്യം ചെയ്യ്, തൽക്കാലം നമ്മുടെ സ്ഥലത്തിന് ഡോക്യുമെന്റ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നോക്കാം. ഈ വീടങ്ങ് ഒഴിയാം. നീ എന്തായാലും അവിടെ, ഞാൻ ബാംഗ്ലൂരും അല്ലേ, ബാക്കി നമുക്ക് നോക്കാടാ. നാളെ ഞാൻ പോകും ചേട്ടാ. ജോബിയോടെ റൂം സെറ്റ് ആക്കിയിട്ടുണ്ട്. നീ പോയിട്ട് വാടാ മോനെ. ജോബി, മാനേജറായിട്ട് സംസാരിച്ചു. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതിനൊരു 10,000 രൂപ. ഞാൻ രാത്രി വരാം. ഓക്കെ. ഹലോ, സുഖു, നീ എവിടെ? ജോബിനെ വിളി. എടാ ജോബി പുറത്തുണ്ട്. വാങ്ങടെ ഇറങ്ങി വാങ്ങട്. എടാ ലോണിന്റെ ക്യാഷാണ്. മാക്സിമം 5 ദിവസം. നീ പേടിക്കണ്ട. ഓക്കെ ശരി. ജോബിയോട് ടൗണിൽ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? നമുക്ക് ബാങ്കിലെ കാര്യം സെറ്റ് ചെയ്യാം. നിങ്ങളിത് എവിടെ വരണ്ടേ? ജോബിയോ, മഴ തന്നെ ഉണ്ടെങ്കിൽ കയറി എന്നും പറഞ്ഞ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഒരു കൈ നോക്കാന്ന്. ഒരു കൈ മാത്രമാക്കണം. എന്തിനാണ് 10-15 ലക്ഷം പറ? എന്താടാ ഇത്? ഫണ്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഇറങ്ങണം. ഞാൻ ഉള്ള കാര്യം പറഞ്ഞോ. ജോബി അല്ലേ? ആ ബിസിനസ് ലോണിന്റെ കാര്യത്തിന് ഇവിടെ ഒരു അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞായിരുന്നു. എടുത്തായിരുന്നോ? എടുത്തായിരുന്നു മേഡം. കുറച്ച് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. എടാ, നീ ആരെയാ വിളിക്കണേ? എടാ, ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സിബിനെ. നീ കഴിയുമ്പോൾ വിളി. ഞാൻ ആ ബ്രോക്കറെ ഒന്ന് കണ്ടിട്ട് വരാം. ലോണിന്റെ പേര് എന്തേ? നീ അങ്ങോട്ട് പോലെ. എടാ, ഞാൻ സേവറെണ്ണം കണ്ടിട്ട് വരാം. ഹലോ സേവരേട്ടാ, ഞാൻ എവിടെ ഉണ്ട്? ഇവിടെ. എന്തിടാ സേവരേട്ടാ?
ആ റൂമിൻ്റെ കാര്യം എന്തായി? നീ പറഞ്ഞ റൂമിൻ്റെ കാര്യം ഞാനൊരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്. ആളെ വിളിച്ച് എന്താ മതി, ആൾക്കത്തിൻ്റെ പരിപാടിയാണ്. ഓക്കെ സാർ ഏട്ടാ. ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി. ആ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ കാര്യം വല്ലതായ? ആ ഞങ്ങൾ നോക്കുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് സെറ്റായിട്ടില്ല. ഞാനും വല്ലതും ഉണ്ടോ നോക്കാം. നമുക്ക് ജീവിക്കേണ്ട വഴി ഇല്ല, ഞാൻ പറഞ്ഞുള്ളൂ. എന്നാ ശരി. ഹലോ അർജു, ഇവിടുത്തെ കഴിഞ്ഞു. ആ നീ എന്നാ അവിടെ നിൽക്ക്, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ഞാനെന്നാ ഇറങ്ങട്ടെ? ഓക്കെ, എന്നാ നീ വിട്ടോ, കാണാം. എടാ പോവാ. എടാ ബാങ്കിൽ വെച്ചൊരു ചിട്ടാരെന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് ഒരുത്തം പറഞ്ഞു. ബാങ്ക് വിളിച്ചുള്ളൂ, നോക്കിയാലോ? എടാ നമ്മൾ കുറേ ബാങ്ക് കയറി ഇറങ്ങിയല്ലേ, ഇതെങ്കിലും നടക്കുമോ നോക്കാം. നീ ആ ജോബി വിളിച്ചേ. ബസ് പറടാ. നാടകമൊക്കെ നാളെ ചെന്നാണോ എന്താ വഴി? എടാ ജോബി വരാന്ന് പറഞ്ഞു. നാളെ ചട്ടിയിലെ കാണാൻ പോവാം. നീ റെഡി ആയി നിൽക്ക്, ഞാൻ രാവിലെ വിളിക്കാം. അനൂപ് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എത്ര വേണ്ടേ? 5 ലക്ഷം. ഓ കറക്റ്റായിട്ട് തന്നെ അടയ്ക്കണം. പിള്ളേരതിൻ്റെ പേരില്ല. ബാങ്ക് വലിച്ചു തന്നാൽ ഡോക്യുമെന്റ് എടുത്തു കേട്ടല്ലോ. അത് ഞങ്ങൾ അടച്ചോളാം. ആ അടയ്ക്കണം. ആദ്യം എഗ്രിമെന്റ് സൈൻ ചെയ്യും. ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് ഒരു 5% ഡിസ്കൗണ്ട് കൊടുക്കാന്നാണ് സാർ. അല്ല, ഈ 5% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഓരോ 1.15 വരും. 1,15,000. എടാ ഞാൻ പോയിട്ട് വരാം. ആ പോയിട്ട് വാ. എടാ നിന്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞിട്ട് റേറ്റ് കുറയ്ക്കുന്നില്ലല്ലോ ഒരു. ചേട്ടാ ഞങ്ങൾ കണ്ടു. ആ നമുക്ക് വേറെ നോക്കാം. ഓക്കെ പോ. അവിടെ ശരി, ഞാനും നോക്കാം. നീ സിസ്റ്റം നോക്ക്, ഞാൻ നാളെ ഫാസ്റ്റിംഗ് വിളിച്ചിട്ട് വരാം. ഓക്കെ ശരി ശരി. ഹലോ, നിങ്ങൾ സിസ്റ്റം നോക്കിയായിരുന്നോ? ഞാൻ സിസ്റ്റം നോക്കിയായിരുന്നു. നമ്മുടെ സിസ്റ്റംസ് ഉണ്ട് കേട്ടോ. ഇതാ ഫ്രീ ആണെങ്കിൽ വന്ന് നോക്ക്. കയറാൻ പാടില്ലാത്ത നമ്പറാണ്. ഹലോ ഹലോ, നിങ്ങൾ സിസ്റ്റം നോക്കിയിരുന്നില്ലേ? ആ ഞാൻ സിസ്റ്റം നോക്കിയായിരുന്നു. എവിടുന്ന് നോക്കി? ആ വിൻഡോ മാക്. നമ്മളൊരു ഷോപ്പ് ഓക്കെ. ഉണ്ട്, ഐഡിയ സൊല്യൂഷൻ. ഐഡിയ സൊല്യൂഷനോ? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ഷാർട്ട് അവർ 2nd ഫ്ലോർ. ഇതാരാ? ഹലോ എന്താടാ? അർജുനെ, എന്നെ ഒരാൾ വിളിച്ചിട്ടേ ഇവിടെ കുറഞ്ഞ റേറ്റിൽ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കൊന്ന് നോക്കിയാലോ? അവിടെ ഞാനിപ്പോൾ വരാം. ചേട്ടാ. ആ ആ എന്താണ്? അല്ല, പുതിയ സിസ്റ്റം നോക്കാനായിട്ട്. സിസ്റ്റം ഉണ്ട്. ആ ഏതാ വേണ്ടി? ലാപ്ടോപ്പ് വേണോ അതോ ഡെസ്ക്ടോപ്പ് വേണോ? നമ്മളൊരു i7 4GB ഗ്രാഫിക് കാർഡാണോ നോക്കുന്നത്? അതിപ്പോ നമ്മളെ ഡെല്ലുണ്ട്, HP ഉണ്ട്, ഏസറും ഉണ്ട്. വിത്ത് ബിൽ ഓരോ 1.25 വരും. ലേറ്റസ്റ്റ് വേർഷൻ ആണ്. വിത്ത് ബില്ല് 1.25 വരും അല്ലേ? ആ പിന്നെ നമുക്ക് വിത്തൗട്ട് ബില്ലാണെങ്കിൽ ഒരു 85-ന് പിടിക്കാം.
ഓക്കെ ഏട്ടാ, നമുക്ക് നോക്കാം. നമുക്കൊരു 4 സിസ്റ്റംസ് ആണ് വേണ്ടത്. ടൗട്ട് ബില്ലല്ലേ? അഡ്രസ്സ് വന്നാൽ മതി, ഞാൻ പാഴ്സൽ അയക്കാം. ഡെലിവറി സമയത്ത് ബില്ല് പേ ചെയ്താൽ മതി. ഓക്കെ ആണോ? ഓക്കെ. കൊള്ളാം അല്ലേ? നല്ല സ്പേസുള്ള റൂം. നന്നായിട്ടുണ്ട്. ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് ഇത്രയും നല്ല സൗകര്യമുള്ള റൂം കിട്ടില്ല സാർ. ഇത് തന്നെയല്ലേ ഏത് മുറി കാണിച്ചാലും പറയാറ്. ആദ്യം സെറ്റപ്പ് ആണെങ്കിൽ നോട്ട് ബാഡ്, കൊള്ളാം. അർജുന ക്യാഷ് എന്താണ്? ഇതാ. ബാക്കിയെല്ലാം ഓണറോട് പറയാം. ഓക്കെ. ഇതെന്തത്? ഒന്നില്ലല്ലോ. എടാ എന്നെ പറ്റിയിടാ. നീ ആ സേവിയറെണ്ണൊന്ന് വിളിച്ചേ. സേവിയറേട്ടൻ. ഓ ഷിറ്റ്. ഹലോ, ആ സേവിയറേട്ടൻ ഒന്ന് വരുമോ? ഇത് ലോക്കൽ ബോർഡാണ്, യൂസ് ഇല്ല. മാറ്റാൻ പറ്റും? മാറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, സിസ്റ്റം തന്നെ പോക്കാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ശരി എന്നാ. ഓക്കെ. സുഖു, ആ സിസ്റ്റം ഷോപ്പിലെ ആളുടെ നമ്പർ ഉണ്ടോ? നമ്പർ കാർഡുണ്ടോ? മതിയാ? ആ, എന്നാ അതെടുക്കും. സാർ, ഈ ലോഗോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ടൗണിൽ പോയിട്ട് വരട്ടോ. ആ ഓക്കെ. കളർ ഒന്ന് ചേഞ്ച് ചെയ്യോ? അതിന്റെ ഹൈറ്റ് ഈ ഒരു ഫ്രെയിമിൽ പറയാം. എടാ നീ ഒന്ന് ജോബി വിളിച്ചേ, സിസ്റ്റം മൊത്തം പോയി കിടക്കണം. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഹലോ ജോബി, നീ എവിടെയാ? നീ വേഗം റൂമിലേക്ക് വന്നേ, സിസ്റ്റം മൊത്തം കംപ്ലൈൻറ്റാ. വേഗം വാ. എനിക്കറിയില്ല, നീ ഒന്ന് പോയി നോക്ക്. വിളിച്ചു വരുന്നുണ്ട്. അവന് ഓൺ ദ വേ ആണ്. ഇതെവിടെ നിർത്തി ഈ സാധനം? ഇവിടുന്ന് തന്നെ. എന്താ സേവരട്ടോ? ഇതിപ്പോ ഞാൻ പെടുത്താലും ശരിയാവില്ല, വല്ല ആക്രിക്കും കൊടുക്കാം. ഞാൻ പോട്ടെ എന്നാ. സേവരേട്ടാ, ഇത് നമുക്കന്ന് കാണിച്ചു തന്ന പീസല്ലാന്ന് തോന്നുന്നു. ബില്ലുല പോപ്പുല പണിതവരായിട്ട് പണിയണം. സമയം തേടാ. ഇപ്പൊ തന്നെ എന്നാ ആളെ പൊക്കാം. അവനാ ഷോപ്പിൽ കാണും. എന്നാലും അവന്റെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ട്. എവിടെ? ഇവനാണ് ആ പറഞ്ഞാറ്. ശരിക്കും കാണും. എന്തായാലും ഇവിടെ നമുക്ക് പൂട്ടാം. എവിടേക്ക് എത്ര സ്പീഡിൽ
ആ വണ്ടിയിലൂടെ പന്നിനെ പിടിക്കാനായിട്ടാ. എടാ പെട്രോൾ നിർത്തടാ, ഞാൻ കമ്പ്യൂട്ടർ കോപ്പിന്റെ പിന്നാലെ പോയതാ. ചെട്ടിയാരാണ്. പലിശ മൊത്തം തെറ്റിച്ചു കേട്ടോ. നാളെ വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. അതിനുള്ളില് പലിശയും മുതലും ഇവിടെ എത്തിയിരിക്കണം കേട്ടോ. എന്നെ അറിയാത്തോണ്ടാ മക്കളെ. ഹലോ ഹലോ ചെട്ടിയാരെ. ഹലോ കട്ടായി. സാറ് അവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും. അതുകൂടെ പറയാറുന്നില്ലേ? പലിശ തന്നെ വരുന്നുണ്ട് 10,000 രൂപ. എടാ ചെട്ടിയാരെ പോയി കണ്ടു ടൈം ചോദിക്കാം, അല്ലാതെ വേറെ മാർഗം. കാശ് റെഡി ആയിട്ടില്ല. ഞങ്ങൾക്ക് മതി മക്കളെ, ഇനി ഞാൻ ഇടപെടണില്ല. പലിശയുടെ കാര്യം സേതു നോക്കും. പലിശയില്ല, ചെട്ടിയാരോടെ പറയാൻ പറഞ്ഞ്. ഞങ്ങൾ കുറച്ച് സമയം കൂടി. നടപടിയാവൂല. കുറച്ച് ടൈം കൂടെ ഞങ്ങൾ അടയ്ക്കാം. ഒരാള് പറഞ്ഞാ മതി. നിങ്ങളുടെ കാശ് ഞങ്ങൾക്ക് വേണ്ട. ചെന്ന് വണ്ടി കയറടാ. ചെട്ടിയാരെ നമ്മളെ വിടും തോന്നുന്നു. എടാ ചെട്ടിയാരെ നമുക്കൊന്ന് വിളിക്കാം, എന്തെങ്കിലും വഴിയുണ്ടാവും. മക്കളെ, ജീവൻ വേണമെങ്കിൽ ഓടിക്കും. സേതുവിന്റെ കയ്യിലെങ്ങാനും കിട്ടിയ ഇല്ലെങ്കിൽ ഗുജറാത്തിലെ ഫാക്ടറിയിൽ ഞങ്ങൾ അടിമപ്പണിക്ക് വരാം. ലാസ്റ്റ് ചാൻസ് ചെട്ടിയാരെ. എല്ലാ വഴികളും നമ്മുടെ മുന്നിൽ നടന്നു. എന്റെ ഏക പ്രതീക്ഷ നമുക്കെന്തെങ്കിലും നോക്കാണോ? നോക്കാം. കേട്ട് കേട്ട് മടുത്താക്കണത്. ഇനിയില്ല ഗുജറാത്തേക്ക് ഗുജറാത്ത്. ഫാസി എടാ തുറക്കടാ. എടാ കളിക്കാ തുറക്കാൻ. എന്റെ അവസ്ഥ അറിയണല്ലോടാ. നിങ്ങളേട്ടനാണ് വർക്കുണ്ട്, കുറച്ച് റിസ്ക് ആണ്. റിസ്ക് ഒന്നും മാറ്റർ അല്ല. നീ വർക്ക് ഇപ്പൊ തന്നെ ചെന്ന വർക്ക് എടുക്കാം. ഹർഷ 2 വണ്ടി ഇട്ടാൻ വഴിയുണ്ട്. കുറച്ച് അർജൻറ്റാണ്. താങ്ക്സ്. ഓക്കെ. താങ്ക്സ് ഡാ. സുഖോ, നീ കാര്യം പറഞ്ഞില്ലേ? സംഗതി വൻ റിസ്ക് ആണ്. റിസ്ക് എടുത്ത് വർക്ക് ചെയ്താൽ കാശ് കിട്ടും. ഞങ്ങൾ ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഒരു കോർണർ പോയി നിന്നാൽ മതി. സാധനം നിങ്ങളുടെ അടുത്തെത്തും. ഈ നമ്പർ പറഞ്ഞ് ഇത് കാണിച്ചാൽ ഒരു സാധനം തരും. അത് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിച്ചാൽ മതി. സാധനം എന്താ? കയ്യിൽ കിട്ടിയാലേ അറിയുള്ളൂ. അതാണ് റിസ്ക്. എത്ര കിട്ടും? 6 ലക്ഷം. 6 ലക്ഷം. എന്നാ കിട്ടോ? ഓക്കെ നീലേട്ടാ. ഇവിടെ പോലീസുണ്ട്. പിടിച്ച സീനാണ്.
ഫുൾ ബോഡി ചെക്കിങ് എന്തായാലും ഉണ്ടാവില്ല. എങ്ക പോറേ എടാ സാധനം കളയടാ. എടാ കളയാൻ പറ്റടാ, പോലീസ് മുന്നിൽ നിൽക്കണ്ടാ. ശരി പോ. ശരി സാർ. எங்க போற? சார் திரிஷூர். தண்ணி போட்டிருக்கியா? இல்லை சார். லைசன்ஸ் இருக்கா? உண்டு சார். இது நீ தானே? என்னடா அது? ஐயோ சார், சார் துப்பாக்கியா? என்னடா அது டம்மி துப்பாக்கியா? பசங்க இல்லாம பப்ஜி முடியல போல. சரி சார். போடா வண்டி வண்டி போடா. എല്ലാം ഓക്കെ അല്ലേ? വണ്ടി എടുക്കാം. പറയടാ. ആണെങ്കിലേട്ടാ 14 കണ്ണല്ലേ? 14 കണ്ണല്ല, 13 കണ്ണ്. അതെ, അതിലൊന്ന് ഡമ്മിയാ. പറഞ്ഞ ഡമ്മിയായിരുന്നു. ഓക്കെ നീലേട്ടാ, ഓക്കെ ഓക്കെ. ഇനിയിപ്പോ നേരെ റൂമിലേക്കല്ലേ? ആണെങ്കിലേട്ടാ പറഞ്ഞു. സുഖോ, 5 ലൊക്കേഷൻ. ഓരോ ലൊക്കേഷനും ഓരോ ക്ലയൻസ് ഉണ്ട്. തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ്. 13 ഐറ്റം 5 സ്ഥലത്ത് എത്തിച്ചാൽ 6 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ തരും. സംഗതി വൻ റിസ്ക് ആണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോളൂ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ മെസ്സേജ് ചെയ്യാം. വാട്ട്സ് നെക്സ്റ്റ്? 4 പേര് 4 സ്ഥലത്ത് പോകുന്നു, കൊടുക്കുന്നു. റിസ്ക് ആണ്. 2 ടീമാവാം, അതായിരിക്കും സേഫ്. ലെറ്റ്സ് ഗോ. യെസ്.
ലൊക്കേഷൻ ഏതാണ്? ഓക്കെ. എടാ ഇതന്നെയല്ലേ സ്ഥലം? ആയിരിക്കും. ആരെയും കാണുന്നില്ലല്ലോ. അതെ, ഫോളോ ചെയ്യാൻ. ഇതവിടെ ഓക്കെ സാർ. ഇതാ സാധനം. ബാഗ് ഇവിടെ വെച്ചോ. ഞാൻ ജോബി, എടാ എടാ ഇവിടെ കുറച്ച് സീനാണ്, നീ സൂക്ഷിച്ചോണേ. എടാ ഞാൻ വിളിക്കാം. Come on!
ഈ മാപ്പിൽ കാണിക്കുന്ന വഴി ഏതാണ്? ജോബി ആ കമ്പ്യൂട്ടർ ചെയ്ത് കണ്ടിട്ടില്ല ചേട്ടാ. ആ ആ എന്താണ്? അഡ്രസ്സ് തന്നാൽ മതി, ഞാൻ പാഴ്സൽ അയക്കാം. ഡെലിവറി സമയത്ത് ബില്ല് പേ ചെയ്താൽ മതി. താങ്ക് യു. ഹലോ, 4 പേരുടെ ഡീറ്റെയിൽസ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, അന്ന് 4 പേര് അയച്ചില്ലേ? ഇനി ഒരു 5 പേരോടി വരും. നമുക്ക് അവരെ ലോക്ക് ചെയ്യാം. ചെട്ടിയാരാണ് നിങ്ങൾ ട്രാപ്പിലാക്കിയത്. നിങ്ങൾക്ക് ലോൺ തരാണ്ടാക്കിയും ചെട്ടിയാരാണ്. ഡോ തന്നെ അന്വേഷിച്ച പിള്ളേരിറങ്ങിയിട്ടുണ്ട്, ഒന്ന് സൂക്ഷിച്ചോ. അത് സീനില്ല, ഞാനിപ്പോൾ മാംഗ്ലൂർ എടക്കോട് ഭാഗത്താണ്. ഇനി ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഈ വർക്ക് പോലെ അയാളുടെ നിഖിലും അയാളുടെ ആളാണ്. ചുമ്മാ ഡയലോഗ് അടിക്കാതെ തീർക്കടാ. ഇല്ല, ഞാൻ പറഞ്ഞുള്ളൂ. എന്നാ ശരി. ചെട്ടിയാർ സാർ, ഞാൻ അർജു ജോബിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിയ കേസ് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കാര്യം ഗുജറാത്തിലെ ആൾക്കൊരു ഫാക്ടറി ഉണ്ട്. പാൻ മസാല മുതൽ സോംബി ഡ്രഗ് വരെ സപ്ലൈ ചെയ്യുന്നൊരു സ്ഥലം. കണ്ണു മുതൽ പെണ്ണ് വരെ കച്ചവടം. സാമ്പത്തികമായി വലിയ രീതിയിൽ സഹായിച്ച് ചെറുപ്പക്കാരെ ഇതിലേക്ക് വലിച്ചിട്ട് അവരെ അവിടെ അടിമകളാക്കി ചിത്രവധം ചെയ്യുന്നൊരു സ്ഥലം. അവിടേക്കാണ് നിങ്ങളെയും കൊണ്ടുപോകും പ്ലാൻ. കണ്ണു കൊടുക്കണ്ടേ? ഹലോ ജോബി, പറ. പറയാമേ, എവിടെയുണ്ട്? നല്ലൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ. ഹലോ ജോബി, ചെട്ടിയാർ പഴയ റിസോർട്ടിലുണ്ട്. നിങ്ങൾ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. നീയൊക്കെ തോക്ക് കാണിച്ചാൽ ഞാനങ്ങ് പേടിക്കുന്നു കരുതി. Double 435 bro. ഹലോ, കോഡ് 88 4435. ഐറ്റം ഞാൻ എടുക്കാം. നിങ്ങൾ പറയുന്ന വിലയ്ക്ക്. സാധനം ഞങ്ങൾ വിൽക്കുന്നില്ല.
ഏഹേ, ഇരുളിന്റെ ആഴങ്ങൾ മറയുന്നുവോ, കാലന്റെ കാൽപ്പാടു പതിയുന്നിടം, ഏതോ കിനാവിന്റെ ദൂരങ്ങൾ തീരുന്നുവോ, പകലിന്റെ വാതിൽ അടയുന്നിടം, മുറുകുന്ന ഇഴകളെ നിശ്വാസമെവിടെന്ന് തേടി ഞാൻ 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 അടിച്ചു കുടച്ചു നീക്കി നനച്ചു മുറുക്കി മടക്കി അടുപ്പിൽ വെച്ച് അടിച്ചു കൊടുത്തു മരണ കിടക്ക വിരിച്ചു വെച്ചു പുതച്ചു മൂടി ഇടിച്ചു മറിച്ച് നീക്കി പിടിച്ച് അടിച്ചു ചുരുട്ടി ചാക്കിൽ വെച്ച് ഒതുക്കി കൊടുത്തു ഉടച്ചു മടക്കി തോക്കിലിട്ട് തൂക്കി വീശി അടി പിടി ഇടി അടി പിടി ഇടി മാർഗങ്ങളെ കാത്തു നിൽക്കൂ, നേത്രങ്ങളെ നോക്കി നിൽക്കൂ, പോരാട്ടത്തേരോട്ട നെട്ടോട്ടം ഈ ഓട്ടം ഇവിടെ തുടങ്ങുന്നുവോ, നാം ഇതിലെ ഈ വഴിയെ ഇനിയുമിതാ മുന്നേറിടാം, ഈ ശകടങ്ങൾ തിരിയുമ്പോൾ ഇന്നൊന്നായി തിരിയുന്നിതാഘാതമായി. ഏഹേ, ഇരുളിന്റെ ആഴങ്ങൾ മറയുന്നുവോ, കാലന്റെ കാൽപ്പാടു പതിയുന്നിടം, ഏതോ കിനാവിന്റെ ദൂരങ്ങൾ തീരുന്നുവോ, പകലിന്റെ വാതിൽ അടയുന്നിടം, മുറുകുന്ന ഇഴകളെ നിശ്വാസമെവിടെന്ന് തേടി ഞാൻ 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 ഓണോ ഓണോ ഓണോ